ഈ പൈപ്പിലെ വെള്ളവും തീർന്നു. അമ്മേ അമ്മേ മോട്ടർ ഇടമ്മേ. ആടി പെണ്ണേ ഇടാ. അമ്മേ ചായ ഇട്ടില്ല. ഓ എന്റെ പൊന്ന് സതീശ, ഈ മോട്ടർ ഇട്ടിട്ട് പോരെ. എടി രമേശ് പോയോ? എപ്പോഴാ പോയിണ്ട്. ചെറുക്കിനി നട്ടം തിരിഞ്ഞ് എപ്പ വരാനാണാവോ? ആ സോപ്പോടെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. 20 റുപ്യേന്റെ അടുത്തുണ്ട്. വേറെന്താ? 250 തക്കാളി. തക്കാളി. വേറെയോ? 5ന്റെ മാഗി ഉണ്ടോ? മാഗി 15ന്റെ അല്ല 60ന്റെ ഉള്ളു മാഗി. അത് വേണ്ട, അത് വയറിന് കേടാ. പിന്നെയോ? ആ അത് മതി, എടുത്തോളൂ. അല്ല ഈ കേക്ക് കൂടി എടുത്തോട്ടോ. എന്നിട്ട് എല്ലാം കൂടി പറ്റിയിൽ എഴുതിക്കോ. ആയിക്കോട്ടെ. എന്താ അമ്മേ? എടി എന്റെ മാല കാണുന്നില്ല കൊച്ചേ. അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഞാനത് ഊരി വെക്കാറില്ലെന്നേ. എവിടെയാണോ എവിടെയെങ്കിലും ഊരി വെച്ചിട്ട് ഒറ്റക്കെ പൊട്ടി പണ്ടാറടങ്ങി. എന്താ പ്രശ്നം? അമ്മേന്റെ മാല കാണുന്നില്ലാന്ന്. എവിടെ ഊരി വെച്ചിണ്ടാവും. അതെ നോക്കിയിരിക്കാൻ തപ്പിയാടെ നിങ്ങള്. എപ്പോഴും ഒരു ഇരിപ്പ് തന്നെ. എന്താ ഇവിടെ മൊത്തം ക്ലീന് കാണല്ലോ. അളിയ അമ്മയുടെ മാല പോയി. ഏത് മാല? അത് പണ്ടെങ്ങാണ്ട് അച്ഛൻ വാങ്ങിക്കൊടുത്ത മാലയാ. ഇന്നലെ അച്ഛന്റെ ഓർമ്മയ്ക്ക് എടുത്തിട്ടതാ. അതിപ്പോ ഒരു ഓർമ്മയെന്നാ തോന്നണേ. ഓ കുന്തു മിഴിയോടെ നിക്കാൻ നിന്നെ മുറി പോയി നോക്കടാ. അപ്പൊ സ്വർണം തന്നെ ആണ്. എന്റെ ദൈവമേ, ഈ ലോണൊക്കെ എങ്ങനെ അടച്ചു തീർക്കാനാ? സൈലേഷ് രമേശനാണല്ലോ. ഹലോ എടാ സൈലേഷേ. ആടാ പറയടാ. കഴിഞ്ഞ ആഴ്ച അടക്കേണ്ട പൈസയാ ആ ഇന്ത്യക്കാരിങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. ആണോ? അനക്കറിയാലോ 40,000 റുപ്യ അടയ്ക്കാനുള്ളേ. ഈ ടെൻഷൻ ആകണ്ടടാ, അത് ഞാൻ അടയ്ക്കും.
നീ എന്തോ സിവിൽ സ്കോർ പോകുന്ന പറഞ്ഞ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ? എടാ സിവിൽ സ്കോർ അല്ലടാ, സിവിൽ സ്കോർ ആണ്. അതൊന്നും ആ ഹിന്ദിക്കാർക്ക് അറിയില്ല. എടാ നാളെ കുറച്ച് ഫണ്ട് വരാണ്ട്, നാളെ എന്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കും. ഓക്കെ, നീ എങ്ങനെങ്കിലും ഒന്ന് അടയ്ക്ക്. എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല അളിയാ. ഇങ്ങോട്ട് മാറിക്ക്, ഒരു ഫോട്ടോ എടുക്കട്ടെ. ഈ ഒരു ഫോട്ടോയും കൂടി അപ്ലോഡ് ആകുമ്പോ നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു 40,000 രൂപ ക്രെഡിറ്റ് ആവും. അതിന്ന് നിനക്ക് 2,000 റുപ്യ എന്റെ വക കള്ളും. അടവൊക്കെ നിങ്ങൾ കറക്റ്റ് അടയ്ക്കൂലേ? അത്ര അങ്ങനെ ഒരു വർത്താനോ? വെറുതെ അല്ല, ഈ ഒരു കുപ്പി ഫുള്ള് കുടിക്കോ? പിന്നെയോ? എടാ ഭയങ്കര, ഈ അങ്ങോട്ട് കേറിയിരിക്കി. ഈ ഹിന്ദിക്കാർക്കൊന്നും ഒരു പണിയില്ലേ? ഹലോ सर आई एम विनीत कुमार कॉलिंग फ्रॉम बैंक सर आपका लोन लिख ഹിന്ദി നഹിന്ന്, ഇംഗ്ലീഷും നഹി. ശൈലേഷ് ലോൺ ഫ്രണ്ട്. ശൈലേഷ് പൈസ അടയ്ക്കും. ഹേ, ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞതല്ലേ. മണ്ടാരടങ്ങാൻ എന്തേലും ഒരു വഴി കാണിച്ച എന്റെ പൊന്നച്ചാ. ഏട്ടാ, ഈ ടോർച്ച് ഒന്ന് റെഡിയാക്കി താ. വരുന്നടി. കണ്ണിൻ മുന്നിൽ ചെറുകോപം കൊണ്ട് താനേ പദതാളം കണ്ട് നമ്മുടെ കല്യാണം കണ്ടി 10 മാസമായി. അതാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം. എന്തൊരു കഷ്ടായത്. അമ്മാവന്റെ ഒറ്റപ്പണിയാ. പതിയെ തനിയെ കുഴഞ്ഞേ വെള്ളിത്തേരും മയലത്തും നിന്ന് നോട്ടം മകരത്തും കണ്ട് ശ്വാസം നീലത്തും പാതിച്ചേ പൊന്നു മിന്നും ജാലം തേടുന്ന നേരങ്ങളിൽ എല്ലാ ദിക്കും മൂലേൻ ചൂടുന്നകം ഒച്ചക്കെറുക്കിൻ കാര്യം ചൂടേറ്റിയോ. ഈ ടോർച്ച് ഇതുവരെ റെഡിയാക്കിയില്ലേ? ഇപ്പൊ ശരിയാക്കമ്മേ. ഒന്ന് വേഗാട്ടെ, അതിന്റെ അടിയൊക്കെ ഒന്ന് അടിച്ചു നോക്ക്. വയ്യവേലി പാരിൽ കൂട്ടായ നാൾ മൊത്തം നെഞ്ചിൽ രോഷം കടലായിടും. തട്ടാൻ നോക്കും തരിയിൽ ഉരുകുന്നതോ പണ്ടേ കൈവിട്ട ലോഹങ്ങളോ. തെളിതെളിയണ കൂരിനാകെ ദിനദിനയണ കാര്യമതാലേ ഒളിയൊളിയണ മാതിരിയാണ് പരമേശ്വരൻ. എടാ, ഞാൻ ബാത്റൂമിന്റെ അവിടേക്ക് നോക്കി. എടാ ചക്ക, അമ്മേ നോക്കുക. അടിപതറിയ പാച്ചിലുമായി ആവാസമേ. ഇവിടെ തപ്പി അവിടെ തപ്പി ലോകം മൊത്തം തിരയും നേരം മണ്ണിൻ മോളിൽ ഉണ്ടേ കണ്ണും ചിമ്മിക്കോ. വീടും വിട്ട് കൂടും വിട്ട് ഉലകം മൊത്തം പരതും പാടും നേരം നിലയ്ക്കാതെ നീളുന്നു. അമ്മേ, അമ്മ ഇന്ന് കളപ്പുര പോയിണ്ടായിരുന്നില്ലേ? ചിലപ്പോ അവിടെ വീണിട്ടുണ്ടെങ്കിലോ? എന്റെ ഈശ്വര, അവിടെ ഉണ്ടാവണേ. അളിയെ കിട്ടൂ? ആ കിട്ടും. എന്നാവാ? വല്ല തുമ്പും കിട്ടിയോ രമേശ? ഇല്ലേ ചി, നോക്കുന്നുണ്ട്. എന്റെ എമർജൻസി ആയിട്ട് അവിടെ ഉള്ളേ. അയ്യോ സഹായം ഞാൻ മറക്കില്ല. ഞാനത് രാത്രിക്ക് അങ്ങ് എത്തിക്കാം. അല്ലേലും ഈ സുമതിച്ചിക്ക് ഇച്ചിരി അഹങ്കാരമുള്ളതാ. ആ സ്വർണ്ണമാല കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല. പാരിൽ കൂട്ടായ നാൾ മൊത്തം നെഞ്ചിൽ രോഷം കടലായിടും. തട്ടാൻ നോക്കും തരിയിൽ ഉരുകുന്നതോ പണ്ട് കൈവിട്ട ലോഹങ്ങളോ. അപവാദം കാറ്റാലെ നാടാകെ പടരുന്നേ. ചുരുളഴിയും പല കഥകൾ കടലോളം നിറയുന്നേ. ഇനി അറിയും മറനീക്കി ഇവിടെയില്ല. നിധിയൊളിയും ദിനമറിയും ആവേശം പാലോളം. എടി എന്നാലും നിങ്ങളുടെ അച്ഛൻ സ്നേഹത്തോടെ വാങ്ങിച്ചു തന്ന മുതല. ഒരു വെള്ളിയാഴ്ച ന്യൂ ഇയറിന്റെ തലേ ദിവസം അങ്ങേരെ എന്നെ കൂടാതെ ഏതോ ഒരു സിനിമ കാണാൻ പോയി. അപ്പോ പുലിയൊക്കെ ഇറങ്ങിയിരിക്കുന്ന സമയമാണ്. അങ്ങേരുടെ സൈക്കിളിനാണെങ്കിൽ ഒരു തുള്ളി വെട്ടോ ഇല്ല.
ദേഷ്യത്തിലിരുന്ന എൻ്റെ അടുക്കിലേക്ക് ആ നല്ല നിലാവുള്ള രാത്രിയിൽ ഒരു കയ്യിൽ മുല്ലപ്പൂവും മറ്റേ കയ്യിൽ ആ നിലാവിനേക്കാൾ വെളിച്ചമുള്ള ഒരു സ്വർണ്ണമാലയുണ്ടായിരുന്നു. അതെൻ്റെ നേരെ നീട്ടി. അന്നെൻ്റെ മുഖത്ത് ഒരു സ്വർണ്ണ തിളക്കമുണ്ടായിരുന്നടാ. ആ സ്വർണ്ണ തിളക്ക ഇന്ന് കെട്ടുപോയത്. പക്ഷേ സ്വർണ്ണ സത്യമുള്ളതാ, എവിടെയും പോവില്ല. അല്ല അമ്മേ, അന്ന് ഞാൻ ഉണ്ടായിരുന്നോ? നീയില്ല. അത് കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞപ്പം നിന്റെ ഏട്ടനുണ്ടായി, രമേശൻ. അമ്മ വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും മാല കിട്ടും. കിട്ടുവടാ. ഞാൻ കറുപ്പസ്വാമിക്ക് ഒരു കോഴി നടന്നിട്ടുണ്ട്, ഉറപ്പായും കിട്ടും. അമ്മേ, മാല കിട്ടി. കിട്ടിയടി വെച്ച് എനിക്കെന്റെ മാല തിരിച്ചു കിട്ടി. ഞാൻ പറഞ്ഞില്ലേ സ്വർണ്ണ സത്യമുള്ള മുതലാന്ന്, ചതിക്കൂല്ലെന്ന്. നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, നമുക്കിതൊന്ന് ആഘോഷിക്കണം. അമ്മേ, അങ്ങനെയാണെങ്കിൽ ഇന്ന് കുഴിമന്തി വാങ്ങിയാലോ? വാങ്ങാല്ലേ? അമ്മ അങ്ങനെ കുറച്ച് മൈനസ് അധികം വാങ്ങിക്കാൻ. എടാ മക്കളെ, നീ പോയിട്ട് കുഴിമന്തി മേടിച്ചിട്ട് വാ. ഞാനീ പൊന്നെ ഇനി ഇടുന്നില്ല, പൊന്നുപോലെ സൂക്ഷിക്കും. ഇവരുടെ ഈ സന്തോഷം കാണുമ്പോൾ എൻ്റെ സമാധാനം തന്നെ ധാരാളം. ശരിക്കും സത്യമുള്ള മുതലാ ഈ സ്വർണം. ചേലത്തൊരു മാല തീർക്കാൻ ഏത് പൊന്നുണ്ട്. തട്ടാലേ? ഓ, തട്ടാലേ? ഒരു സ്വർണ്ണമാല വേണം. എത്ര പവൻ വേണം? ഈ ശ്രീനിവാസന്റെ പൊന്മുട്ടയിടുന്ന താറാവുന്ന സിനിമ തട്ടാരി കണ്ടിട്ടുണ്ടോ? അതുപോലൊരെണ്ണം.